ഹലോ എവരി വൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് സാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2020 വഴിയാണ് ഇവിടെ കയറിയത്. അന്ന് എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 3075 ആയിരുന്നു. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം ചാപ്റ്ററിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ തീർത്തിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ആറ്റമാണ് ഏറ്റവും ഇൻഡിവിസിബിൾ പാർട്ടുകൾ എന്ന് പറയുന്നത് ഏത് മാറ്ററിൻ്റെ ആയാലും ഡാൾട്ടൺസ് അറ്റോമിക് തിയറി പറഞ്ഞു. പിന്നെ ഡാൾട്ടൺ അറ്റോമിക് തിയറി തെറ്റായിരുന്നു. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എക്സിസ്റ്റൻസ് നമ്മൾ പ്രൂവ് ചെയ്തതിന് എങ്ങനെയൊക്കെയാണെന്നുള്ളത് എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞിരുന്നു. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇലക്ട്രോൺ ഡിസ്കവറി, കാഥോഡ് റേസ്, പിന്നെ കനാൽ റേസ്, പിന്നെ ഇ ബൈ എം റേഷ്യോ ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്, പിന്നെ ചാർജ് ഓൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വെച്ച്, പിന്നെ പ്രോട്ടോൺ ന്യൂട്രോൺ ഡിസ്കവറിയെ കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ അറ്റോമിക് മോഡൽസ് നമ്മൾ പറഞ്ഞു തുടങ്ങി. അതിനകത്ത് നമ്മൾ തോംസൺ മോഡൽ ഓഫ് ആറ്റം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്ന് നമ്മൾ റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം റൂദർഫോർഡ് ആൻഡ് ഹിസ് സ്റ്റുഡൻസ് ഹാൻസ് ഗീഗർ ആൻഡ് ഏണസ്റ്റ് മാർസ്റ്റൺ ബോംബാർഡ് വെരി തിൻ ഗോൾഡ് ഫോയിൽ വിത്ത് ആൽഫ പാർട്ടിക്കിൾസ്. റൂദർഫോർഡ് എക്സ്പെരിമെന്റ് എന്തായിരുന്നു? ഗോൾഡ് ഫോയിലിനെ ആൽഫ പാർട്ടിക്കിൾ വെച്ച് എന്താണ് ബോംബാർഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പൊ എന്താണ് ആൽഫ പാർട്ടിക്കിൾ? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉള്ള ഒരു പാർട്ടിക്കിളാണ്. എസെൻഷ്യലി അത് എന്താണ്, ബെർലിയം ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ പറയുന്നത്. അപ്പൊ ഗോൾഡ് ഫോയിലിനെ ആൽഫ പാർട്ടിക്കിൾ വെച്ച് ബോംബാർഡ് ചെയ്യാണ് റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിലേക്ക് എത്തിയത്. ഇപ്പൊ എന്താണ് ചെയ്തത്? റൂദർഫോർഡ്സ് ഫേമസ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഈസ് പ്രസന്റഡ്. ഇപ്പൊ ഈ ഫിഗറിൽ ഇപ്പൊ എക്സ്പെരിമെന്റ് അപ്പാരറ്റസ് എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണ്, ഒരു സോഴ്സ് ഉണ്ട്. സോഴ്സിന് ഒരു റെഡ് പ്ലേറ്റിലൂടെ കടത്തിവിട്ട് എന്താണ് ഒരു യൂണിഫോം ബീം കിട്ടാൻ വേണ്ടി കടത്തിവിട്ട് ഗോൾഡ് ഫോയില് നമ്മൾ ബൊമ്പാർഡ് ചെയ്യിക്കുന്നു. അപ്പം അവിടെ സ്കാറ്ററിങ് നടക്കുന്നു. എന്നിട്ട് അതിന് ചുറ്റും എന്താണ് ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. എന്താണ്, സിങ്ക് സൾഫൈഡ് കോട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റിൽ എന്താണ് ഈ ആൽഫ പാർട്ടിക്കിൾ വന്ന് എന്താണ് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ ഡിഫ്ലക്ട് ചെയ്ത് വരുന്ന ആൽഫ പാർട്ടിക്കിൾസ് വന്ന് ഇവിടെ പറ്റുമ്പോൾ നമുക്ക് എന്താ പറയുക, ഫ്ലൂറസൻസ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇവിടെ ചെയ്തത്. A stream of high energy alpha particles from a radioactive source was directed to the thin foil of gold metal. The thin gold foil had a circular fluorescent zinc sulfide screen around it. Whenever alpha particles struck the screen, a tiny flash of light was produced. ഇപ്പോൾ എന്താണ്, റേഡിയോആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്താണ് ആൽഫ പാർട്ടിക്കിൾ സോഴ്സ് ആയിട്ട് ഉപയോഗിച്ചത്. അത് ലെഡ് പ്ലേറ്റിലൂടെ കടത്തിവിട്ട് ഗോൾഡ് ഫോയിലേക്ക് നമ്മൾ ബൊമ്പാർഡ് ചെയ്യിക്കുന്നു. അപ്പം ആൽഫ പാർട്ടിക്കിൾസിന് സ്കാറ്ററിംഗ് ഉണ്ടായി. എന്താണ്, അത് പോയി ബാക്കിലുള്ള ആ പ്ലേറ്റിൽ ഇടിക്കും. ഒരു സർക്കുലർ ഒരു സ്ക്രീൻ വെച്ചിരുന്നു. സർക്കുലർ സ്ക്രീൻ ഉണ്ട്. എന്താണ്, ഫ്ലൂറസെന്റ് സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്ത സ്ക്രീൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് പോയി നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ ഒന്ന് ഇരിക്കുമ്പോൾ അവിടെ ഒരു ഫ്ലൂറസൻസ് കണ്ടിട്ട് ടൈനി ഫ്ലാഷ് ഓഫ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. അതാണ് എക്സ്പെരിമെന്റ്. The results of scattering experiment were quite unexpected. According to Thomson model of atom, the mass of each atom in the foil should have been spread evenly over the entire atom, and alpha particles had enough energy to pass through such a uniform distribution of mass. എന്താണ്, നമ്മൾ റിസൾട്ട് കിട്ടിയപ്പോൾ എന്താണ്, പ്രതീക്ഷയിൽ നിന്നും വ്യത്യസ്തമായ റിസൾട്ട്സ് ആണ് കിട്ടിയത്. നമ്മുടെ തോംസൺ മോഡൽ ഓഫ് ആറ്റം പ്രകാരം എന്തായിരുന്നു, നമ്മുടെ ആറ്റം എന്ന് പറയുന്നതാണ് യൂണിഫോം മാസ് ആയിരുന്നു. പോസിറ്റീവ് ചാർജിന്റെ യൂണിഫോം മാസിൽ നമ്മൾ ഇലക്ട്രോൺസ്, നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസിനെ എംബഡ് ചെയ്തിരിക്കുന്നതായിരുന്നു തോംസന്റെ മോഡൽ ഓഫ് ആറ്റം എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താണ്, ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാണ്ട് എന്താ ആ മാസിലൂടെ പെനട്രേറ്റ് പോകാനുള്ള എനർജി ആർക്കുണ്ടായിരുന്നു, നമ്മുടെ ആൽഫ പാർട്ടിക്കിളിന് ഉണ്ടായിരുന്നു. മാത്രമല്ല എന്താണ്, ഇറ്റ് വാസ് എക്സ്പെക്ടഡ് ദാറ്റ് ദി പാർട്ടിക്കിൾസ് വുഡ് സ്ലോ ഡൗൺ ആൻഡ് ചേഞ്ച് ഡയറക്ഷൻസ് ഓൺലി ബൈ സ്മോൾ ആംഗിൾസ്. എന്താണ്, ഈ ഇതിലൂടെ ആൽഫ പാർട്ടിക്കിൾസ് കടന്നു ഗോൾഡ് ഫോയിലൂടെ ആൽഫ പാർട്ടിക്കിൾസ് കടന്നു പോകുമ്പോൾ സ്ലോ ഡൗൺ ആവും പാർട്ടിക്കിൾസ്. മാത്രമല്ല ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് വളരെ ചെറിയ ആംഗിൾസിലായിരിക്കും റിഫ്ലക്ഷൻ ഉണ്ടാവുന്നതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതായിരുന്നു ഈ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നത്. തോംസൺ മോഡൽ ഓഫ് ആറ്റം കറക്റ്റ് ആയിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ് കണ്ടത് നമുക്ക് നോക്കാം. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. എന്താണ്, മെജോറിറ്റി ആൽഫ പാർട്ടിക്കിൾസ് എന്താണ് ഗോൾഡ് ഫോയിലൂടെ ഒരു ഡിഫ്ലക്ഷൻ ഇല്ലാണ്ട് കടന്നുപോയി. A small fraction of the alpha particles was deflected by small angles. ഒരു ചെറിയ ഫ്രാക്ഷൻ എന്താണ്, ചെറിയ ആംഗിൾസ് ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ട് പോയിട്ട് നമ്മുടെ ബാക്കിലുള്ള സ്ക്രീനിൽ ഇടിച്ചു. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്താണ്, 20,000 പാർട്ടിക്കിൾസിൽ ഒരെണ്ണം. അത്രയും
സ്മോൾ പ്രൊപ്പോർഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് എന്താണ് ബൗണ്ടഡ് ബാക്ക് വെച്ചാൽ പോയിട്ട് അതേപടി തിരിച്ചിരുന്നു 180 ഡിഗ്രി ഡിഫ്ലക്ഷൻ പോയിരിക്കുന്നു, അതേപോലെ റീബൗണ്ട് ഉണ്ടാവും 1 in 20,000 അങ്ങനെ റീബൗണ്ട് ഉണ്ടായി. ഓൺ ദി ബേസിസ് ഓഫ് ദി ഒബ്സർവേഷൻസ് റുദർഫോർഡ് ഡ്രൂ ദി ഫോളോയിങ് കൺക്ലൂഷൻസ് റിഗാർഡിംഗ്. അപ്പം ഈ ഒബ്സർവേഷനിൽ നിന്ന് ആറ്റത്തിന്റെ സ്ട്രക്ചറിലേക്ക് എന്താണ് റുദർഫോർഡ് കുറച്ച് കൺക്ലൂഷൻസ് ഉണ്ടാക്കി. എന്തൊക്കെയാണ്? ഫസ്റ്റ്, മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ദി ആറ്റം ഇസ് എംപ്റ്റി ആസ് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദി ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. അപ്പൊ എന്താണ് മെജോറിറ്റി നമ്മൾ പറഞ്ഞത് എന്താണ് ഒരു ഡിഫ്ലക്ഷനും ഇല്ലാണ്ട് ഗോൾഡൻ ഫോയിലിൽ ഇവിടെ കടന്നു. അപ്പൊ അത് നമുക്ക് പറഞ്ഞിരുന്നത് എന്താണ് ആറ്റത്തിലുള്ള മെജോറിറ്റി സ്പേസ് എന്താണ് എംപ്റ്റി ആയിട്ടുള്ള സ്പേസ് ആണ്. ഫ്യൂ പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾസ് വെയർ ഡിഫ്ലക്റ്റഡ്. Deflection must be due to enormous repulsive force, showing that the positive charge of the atom is not spread throughout the atom as Thomson had presumed. The positive charge has to be concentrated in a very small volume that repel and deflect the പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾസ്. അപ്പൊ എന്താണ് കൊപ്പൻ പറഞ്ഞു ഒരു ചെറിയ പ്രൊപ്പോർഷൻ എന്താണ് ഡിഫ്ലക്ഷൻ ഉണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെ ഡിഫ്ലക്ഷൻ ഉണ്ടാകും നമുക്കറിയാം ആൽഫ പാർട്ടിക്കിൾ എന്താണ് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും. അപ്പൊ എന്താണ് അതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് അല്ലെ, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇപ്പൊ ഡിഫ്ലക്ഷൻ ഉണ്ടാവണമെങ്കിൽ എന്താണ് റിപ്പൾഷൻ ഉണ്ടാവും. റിപ്പൾഷൻ ഉണ്ടാകുമ്പോൾ വളരെ ചെറിയൊരു എന്താണ് പ്രൊപ്പോർഷൻ ആണ് ഡിഫ്ലക്ഷൻ ഉണ്ടായത്. അപ്പൊ അതിനർത്ഥം എന്താണ് ഈ ന്യൂക്ലിയസിലുള്ള ആറ്റത്തിലുള്ള പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് എന്താണ് ഒരു ചെറിയ വോളിയത്തിലായിരിക്കണം കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്നത്. അപ്പൊ ആ വോളിയത്തിന് ആ ഒരു കോറിലേക്ക് എത്തുമ്പോഴാണ് എന്താണ് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്ക് ഈ ഫസ്റ്റ് ഞാൻ പറയുന്നത് ഫസ്റ്റ് റേ ഫസ്റ്റും സെക്കൻഡ് റേ എടുക്കുകയാണെങ്കിൽ എന്താ ഗോൾഡ് ആറ്റത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഡിഫ്ലക്ഷനിൽ നേരെ പോകുന്നത്. അത് കാരണം അവർ പോകുന്ന ഭാഗത്ത് കൂടി എന്താണ് ആ പോസിറ്റീവ് ചാർജ് അവിടെ ഇല്ല. പോസിറ്റീവ് ചാർജ് നടുക്കൊരു സ്ഥലത്ത് എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിൽക്കുന്നു. ഇവിടെ നമുക്ക് ഈ തേർഡ് റേ ഡിനോട്ട് ചെയ്യുന്നു നോക്കുമ്പോൾ കണ്ടോ പോസിറ്റീവ് ചാർജിന് അടുത്തുകൂടി പോകുമ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ടായതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പം ആ പോസിറ്റീവ് ചാർജ് ഒരു ചെറിയ വോളിയത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത്. 3. Calculations by Rutherford showed that the volume occupied by the nucleus is negligibly small as compared to the total volume of the atom. The radius of the atom is about 10 raised to minus 10 meter, while that of nucleus is 10 raised to minus 15 meter. എന്താണ് പറയുന്നത് ഒരു ആറ്റത്തിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് ആറ്റത്തിനെ വെച്ച് കമ്പയർ അത്രയും നെഗ്ലിജിബിൾ ആണ്. അപ്പം നമ്മുടെ ആറ്റത്തിന്റെ സൈസ് നമ്മൾ 10 raised to minus 10 റേഞ്ചിലാണ് റേഡിയസ് എങ്കിൽ ന്യൂക്ലിയസിന്റെ റേഡിയസ് 10 raised to minus 15 മീറ്റർ ആ റേഞ്ചിലാണ് അതിന്റെ റേഡിയസ് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ കമ്പാരിസൺ വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് 5 കിലോമീറ്റർ ആണ് ഒരു സ്ഥലത്തിന്റെ റേഡിയസ് എങ്കിൽ അതിനകത്തുള്ള ഒരു ക്രിക്കറ്റ് ബോൾ നമ്മൾ വെച്ചാൽ നടുക്കൊരു ക്രിക്കറ്റ് ബോൾ വെച്ചാൽ അതായിരിക്കും ന്യൂക്ലിയസിന്റെ സൈസ്. അപ്പൊ അതാണ് എനിക്ക് കമ്പാരിസൺ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഈ ഒബ്സർവേഷൻ വെച്ച് റുദർഫോർഡ് എന്താണ് ഒരു ആറ്റത്തിന്റെ മോഡൽ പ്രൊപ്പോസ് ചെയ്തു, ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. അതെന്താണ് ദി പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ആറ്റം വാസ് ഡെൻസ്ലി കോൺസെൻട്രേറ്റഡ് ഇൻ എക്സ്ട്രീംലി സ്മോൾ റീജിയൻ. അപ്പൊ എന്താണ് പോസിറ്റീവ് ചാർജും മാത്രമല്ല ഒരു ആറ്റത്തിന്റെ മെജോറിറ്റി മാസും കോൺസെൻട്രേറ്റ് എന്താണ് ഡെൻസ്ലി കോൺസെൻട്രേറ്റ് ചെറിയ റീജിയനിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇരിക്കുന്നത് പോസിറ്റീവ് ചാർജും അതിന്റെ മാസും. ദിസ് വെരി സ്മോൾ പോർഷൻ ഓഫ് ദി ആറ്റം വാസ് കോൾഡ് ന്യൂക്ലിയസ് ബൈ റുദർഫോർഡ്. ഇപ്പൊ ഈ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ ചെറിയ റീജിയനെ റുദർഫോർഡ് വിളിച്ചതാണ് എന്ത് ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ദ ന്യൂക്ലിയസ് ഇസ് സറൗണ്ടഡ് ബൈ ഇലക്ട്രോൺസ് ദാറ്റ് മൂവ് അറൗണ്ട് ദി ന്യൂക്ലിയസ് വിത്ത് എ വെരി ഹൈ സ്പീഡ് സർക്കുലർ പാത്സ് കോൾഡ് ഓർബിറ്റ്സ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്താണ് ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ന്യൂക്ലിയസിന് ചുറ്റും. എന്താണ് ഡെഫിനറ്റ് പാത്ത് അവർക്ക് പോകാനുള്ളൊരു ഡെഫിനറ്റ് പാത്ത് ഉണ്ട്, ഒരു വഴിയുണ്ട്. ആ വഴി നമ്മൾ വിളിച്ച എന്താണ് ഓർബിറ്റ് എന്ന് വിളിച്ചു. റുദർഫോർഡ്സ് മോഡൽ ഓഫ് ആൻ ആറ്റം റിസംബ്ലിസ് ദി സോളാർ. അപ്പൊ എന്താണ് ഇതിന് എന്താണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ റിസംബ്ലൻസ് ഈ മോഡലിനുണ്ട്. ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. അത്രല്ല ഇപ്പൊ നമ്മൾ സോളാർ സിസ്റ്റത്തിൽ പ്ലാനറ്റ്സിനെയും സണ്ണിനെയും പിടിച്ചിരുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണെങ്കിൽ നമ്മുടെ ആറ്റത്തില് ന്യൂക്ലിയസിനെയും അതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ പിടിച്ചിരുന്നതാണ് ഇവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് പിടിച്ചിരുന്നതെന്നാണ് റുദർഫോർഡിന്റെ മോഡൽ പറയുന്നത്. ഓക്കെ, അടുത്ത കൺസെപ്റ്റ് എന്താണ് അറ്റോമിക് നമ്പർ മാസ് നമ്പർ. The presence of positive charge on the nucleus is due to the protons in the nucleus. അപ്പം ആറ്റത്തിൽ പ്രോട്ടോൺസിന്റെ പ്രസൻസ് കാരണമാണ് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. As established earlier, the charge on the proton is equal but opposite to that of electron. പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെയും ചാർജ് സെയിം ആണ്, പക്ഷെ സൈൻ ആണ് വ്യത്യാസമുള്ളത്. നമ്മൾ ഇലക്ട്രോണിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു, പ്രോട്ടോണിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞു. The number of protons present in the nucleus is equal to atomic number. അപ്പോൾ ഒരു ആറ്റത്തിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അതാണ്
ആ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ ഒറ്റ പ്രോട്ടോൺ ആണ്, അതുകൊണ്ട് അറ്റോമിക് നമ്പർ 1. സോഡിയം ആണെങ്കിൽ 11 പ്രോട്ടോൺസ് ഉള്ളതുകൊണ്ട് അറ്റോമിക് നമ്പർ 7. അതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഒരു ആറ്റത്തിന് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി വേണമെങ്കിൽ എന്താണ്, എത്ര പ്രോട്ടോൺസ് ഉണ്ടോ, എത്ര പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിട്ടുള്ള പ്രോട്ടോൺസ് ഉണ്ടോ അത്രയും അൺഈക്വൽ ആയിട്ട് എന്താണ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺസും വേണം. ഇപ്പോൾ ഒരു ആറ്റത്തിന് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ന്യൂട്രൽ ആറ്റം. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. While the positive charge of the nucleus is due to protons, the mass of the nucleus is due to protons and neutrons. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, പോസിറ്റീവ് ചാർജ് എന്ത് കാരണമാണ്, പോസിറ്റീവ് ചാർജ് ഒരു ആറ്റത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രോട്ടോൺസ് മാത്രമാണ്. പക്ഷെ മാസ് നമ്പറിൽ ആരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയാണ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാസ് നമ്പർ കിട്ടുന്നത്. അപ്പൊ നമ്മൾ പിന്നെ പറയുന്നത് എന്താണ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് പ്രസന്റ് ഇൻ ദി ന്യൂക്ലിയസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ന്യൂക്ലിയോൺസ്. അപ്പം പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കൂടെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന എന്താണ്, ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കുന്നു. ഇത് നമ്മൾ ഓൾറെഡി പറയണം. മാസ് നമ്പർ എന്ന് വെച്ചാൽ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും നമ്പർ ആഡ് ചെയ്ത് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ഐസോബാർസ് ആൻഡ് ഐസോടോപ്സ്. The composition of any atom can be represented by using the normal element symbol X. അപ്പം ഒരു ആറ്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ജനറൽ ഫോർമുലയാണ് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റത്തിനെ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും ആയിട്ട് 2 ആൽഫബറ്റ്സ് കൊടുക്കുന്നു, എയും ഇസഡും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ആറ്റത്തിനെ ഡെപിക്ട് ചെയ്യുന്നത്. ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് എന്ന് പറഞ്ഞാല് സിമ്പിൾ ഓഫ് ദി ആറ്റം, സിമ്പിൾ ഓഫ് ദി എലമെന്റ്. ഓക്കെ, എ എന്ന് പറയുന്നത് എന്താ, എ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ, ഇസഡ് എന്ന് പറയുന്നത് മാസ് നമ്പർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ആറ്റത്തിനെ ഡെപിക്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് ഐസോബാർസ്? ഐസോബാർസ് അത് ആറ്റംസ് വിത്ത് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ. അപ്പം ഒരേ മാസ് നമ്പറും പക്ഷെ വേറെ അറ്റോമിക് നമ്പറും ഉള്ള ആറ്റംസിനെയാണ് നമ്മൾ എന്ത് ഐസോബാർസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണ്, കാർബൺ 14 നൈട്രജനും തന്നു. നൈട്രജന്റെ അറ്റോമിക് നമ്പർ എന്താണ്, 7 ആണ്. കാർബൺ 6 ആണ്. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ തിരിഞ്ഞുപോയി. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ ഈ 2 ആറ്റംസ് എടുത്താൽ അതിന്റെ അറ്റോമിക് നമ്പേഴ്സ് വേറെയാണ്, പക്ഷെ മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് എന്താണ് ഇത് രണ്ടും എന്താണ് ഐസോ ബാർസ് ആണ്. അപ്പൊ എന്താണ് ഐസോടോപ്സ്? ഐസോടോപ്സ് എന്ന് വെച്ചാൽ ഒരേ അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഹൈഡ്രജൻ ഐസോടോപ്സ് ആദ്യം നോക്കാം. ഹൈഡ്രജൻ പ്രോട്ടീൻ, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. നമുക്കിത് ഹൈഡ്രജന്റെ 3 ഐസോടോപ്സ് ആണ്. അപ്പൊ ഇത് ഇവർക്ക് 3 പേർക്കും എന്താണ് ഒരേ അറ്റോമിക് നമ്പർ ആണ്, പക്ഷെ മാസ് നമ്പർ വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പ്രോട്ടിയം വെച്ചാൽ ഹൈഡ്രജൻ 1 മാസ് നമ്പർ 1 ഉള്ളത്. അപ്പൊ നമുക്കറിയാം മാസ് നമ്പർ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, ഇവിടെ ഒരു പ്രോട്ടോണും 0 ന്യൂട്രോൺസും ആയിരിക്കും ഉണ്ടാകും. ഇപ്പൊ ഡ്യൂട്ടീരിയം ആണെങ്കിൽ എന്താണ് മാസ് നമ്പർ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും സമാണ്. അപ്പം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസിന് ഈക്വലും ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പ്രോട്ടോൺ തന്നെ എല്ലായിടത്തും ഉള്ളു. പക്ഷെ ഇവിടെ ന്യൂട്രോൺ ഒരെണ്ണം കാണും, ട്രീഷ്യം വരുമ്പോൾ ന്യൂട്രോൺ 2 കാണും. ഇങ്ങനെയാണ് നമ്മൾ എലമെന്റ് സിമ്പിൾ തന്നാൽ അതിൽ നിന്ന് പ്രോട്ടോണിന്റെ എണ്ണോ ന്യൂട്രോണിന്റെ എണ്ണോ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ അതാണ് എസെൻഷ്യലി ഈ പാരഗ്രാഫിൽ പറയുന്നത് ഐസോബാർസ് ഐസോടോപ്സ്.
പിന്നെ വേറെ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഐസോടോപ്സിന്റെ വേറെ എക്സാമ്പിൾ ഇവിടെ കാർബണിന്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കാർബൺ 12, 13, 14. അപ്പൊ ഇതിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നോക്കാം. കാർബൺ അറ്റോമിക് നമ്പർ 6, 12, 13, 14. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെ അറ്റോമിക് നമ്പർ സെയിം ആണ്. അപ്പൊ എല്ലാത്തിന്റെ അറ്റോമിക് നമ്പർ തന്നെയാണ് എന്ത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എത്രയൊക്കെ എല്ലാത്തിനും 6 പ്രോട്ടോൺസ് ഉണ്ട്. പ്ലസ് കാർബൺ 12 ഇപ്പൊ എത്ര ന്യൂട്രോൺസ് കാണണം? 12 എത്തിക്കാൻ 6 ന്യൂട്രോണും കൂടെ വേണം. ഇവിടെ 7 ന്യൂട്രോൺ. കാർബൺ 14 ആണെങ്കിൽ 8 ന്യൂട്രോൺ, എന്നാലേ 14 എത്തും. ഇങ്ങനെ അറ്റോമിക് നമ്പർ മാസ് നമ്പർ അറിയാമെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കൂടെ അറിയണം. അതാണ് ഇതിന്റെ എക്സസൈസ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അടുത്ത നോക്കാം. Last, an important point to mention regarding isotopes that chemical properties of atoms are controlled by the number of electrons, which are determined by the number of protons in the nucleus. അപ്പോൾ ഐസോടോപ്സ് നോക്കുമ്പോൾ എല്ലാത്തിനും ഒരു ആറ്റത്തിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി തീരുമാനിക്കുന്നതാണ് അതിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നുള്ളതാണ് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത്. ഐസോടോപ്സ് എടുത്താൽ എന്താണ് എല്ലാത്തിന്റെ അറ്റോമിക് നമ്പർ സെയിം ആയതുകൊണ്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഐസോടോപ്സ് എടുത്താൽ എല്ലാത്തിനും ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവർക്കെല്ലാം എന്തായിരിക്കും? ഐസോടോപ്സിന് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. പക്ഷേ ഐസോബാർ വരുമ്പോൾ അങ്ങനെയല്ല, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മാറി. നമ്പർ ഓഫ് പ്രോട്ടോൺസിന് ഈക്വൽ ആയിരിക്കും നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? അറ്റോമിക് നമ്പറിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വ്യത്യാസം വരും. അപ്പൊ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് വേറെ ആയിരിക്കും. ഓക്കെ, ഐസോബാർസിന്റെ എന്താണ്? അവർക്ക് ഡിഫറെന്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. പക്ഷെ ഐസോടോപ്സിന് ഐഡന്റിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് റുദർഫോർഡ് മോഡലിന്റെ എന്താണ് ഡ്രോബാക്സ്. ഇതിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് റുദർഫോർഡിന്റെ മോഡൽ? ഒരു സോളാർ സിസ്റ്റം പോലെയാണ്. സൺ എന്ന് പറയുന്നതാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. പ്ലാനറ്റ് ചുറ്റും റിവോൾവ് ചെയ്യുന്ന പ്ലാനറ്റ്സ് ആണ് ആറ്റത്തിന്റെ എന്താണ് ഇലക്ട്രോൺസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, when classical mechanics is applied to solar system, it shows that the planets describe well-defined orbits around the sun. The gravitational force between the planets is given by the expression Gm1m2. അപ്പൊ നമുക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം എന്താണ്? F = Gm1m2 by r². ഇതാണ് അവിടുത്തെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇതിന് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് എന്ത് നമ്മൾ പറഞ്ഞു എന്താണ് റുദർഫോർഡിൽ എന്താണ് ഇവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറയുന്നത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പം കൂളോം ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? അത് തന്നെയാണ് എന്താണ്? F = A × Q1 Q2 by r². ഈ രണ്ട് ഇക്വേഷൻ നോക്കിയാൽ എന്താ ഇവർക്ക് സിമിലർ ഇക്വേഷൻസ് ആണ് രണ്ടിനുള്ളത്. ഇപ്പം സോളാർ സിസ്റ്റത്തിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയാലും ആറ്റത്തിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ആയാലും ഇക്വേഷൻ സിമിലർ ആണ്. അപ്പം ഈ മോഡൽ ആക്സെപ്റ്റബിൾ ആണ് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ള എന്താണ്? However, when a body is moving in an orbit, it undergoes acceleration even if it is moving with a constant speed. ഒരേ സ്പീഡിലാണ് ഒരു ഓർബിറ്റിൽ ഒരു സാധനം കറങ്ങുന്നതെങ്കിലും അതിന് ആക്സിലറേഷൻ ഉണ്ട്. കാരണം എന്താ? അവിടെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ് സർക്കുലർ മോഷൻ. അപ്പൊ അവിടെ ആക്സിലറേഷൻ ഉണ്ട്. According to electromagnetic theory of Maxwell, charged particles when accelerated should emit electromagnetic radiation. ഓക്കെ, അപ്പം മാക്സ്വെലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം എന്താ? ചാർജ് പാർട്ടിക്കിൾസ് ആക്സിലറേറ്റ് ചെയ്താൽ എന്ത് പറ്റണം? അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ടാവണം. ഓക്കെ, റേഡിയേഷൻ ഉണ്ടാവുമ്പോ എന്താ? ഇപ്പൊ നമ്മളൊരു ആറ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട്. ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം എന്താ? ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആക്സിലറേറ്റ് ചെയ്താൽ ഇത് വെളിയിലോട്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പുറത്തു വിടണം.
റേഡിയേഷൻ പുറത്തുവിട്ടാൽ എന്താ, ഈ ഇലക്ട്രോൺസിന്റെ എനർജി ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വഴി. അപ്പൊ എന്താ, ഇത് കറങ്ങി കറങ്ങി എന്താണ്, കറങ്ങി കറങ്ങി പയ്യെ സ്പൈറൽ ചെയ്ത് എന്താണ്, ഇത് ന്യൂക്ലിയസിലേക്ക് വന്ന് വീഴണം. ആ തിയറി പ്രകാരം ആക്സലറേറ്റ് എന്നൊരു ചാർജ് പാർട്ടിക്കിൾ എന്തായാലും അങ്ങനെ വീഴും. പക്ഷെ അങ്ങനെ ഒരു ഡൗട്ട് വന്നത് എന്താ, അങ്ങനെയാണെങ്കിൽ സോളാർ സിസ്റ്റത്തിൽ എന്തുകൊണ്ട് പ്ലാനറ്റ്സ് എന്താണ് റിവോൾവ് ചെയ്യുന്ന പ്ലാനറ്റ്സ് എന്തുകൊണ്ട് സണ്ണിലേക്ക് വീഴുന്നില്ല, അടുത്തേക്ക് വന്ന് വീഴുന്നത്? കാരണം എന്താ, നമ്മൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ഓഫ് എന്താണ്, അത് ചാർജ് പാർട്ടിക്കിൾസ് ഉള്ളതാണ്. പക്ഷെ പ്ലാനറ്റ്സ് എന്താണ്, ചാർജ് ഇല്ലാത്ത ആൾക്കാർ, ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഈ ലോ ആപ്ലിക്കബിൾ അല്ല. അപ്പൊ അതാണ് ഈ പാരഗ്രാഫ് പറയുന്നത്. According to electromagnetic theory of Maxwell, charged particles when accelerated should emit electromagnetic radiation. This feature does not exist for planets since they are charged. Electrons are charged particles. Therefore, an electron in an orbit will emit radiation. The energy carried by radiation comes from electronic motion. The orbit will thus continue to shrink. ഇപ്പൊ എന്താണ്, ഇപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പോകുന്നതുകൊണ്ട് എന്താണ്, ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് വേണ്ടിയുള്ള എനർജി ഇവരുടെ ഈ മോഷൻ കാരണം, മോഷനിലൂടെയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ എന്താണ്, ഇവരുടെ ഓർബിറ്റ് ചെറുതായി 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 ന്യൂക്ലിയസിലേക്ക് വന്ന് വീഴണം, സ്പൈറൽ ചെയ്ത് ന്യൂക്ലിയസിലേക്ക് വന്ന് ഇലക്ട്രോൺ വീഴണം. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതിന് അങ്ങനെ വന്ന് സ്പൈറൽ ചെയ്ത് ന്യൂക്ലിയസിൽ വീഴാൻ വേണ്ടി എത്ര സമയം മതി? വെറും 10⁻⁻8 സെക്കൻഡ് മതി അത് സംഭവിക്കും. പക്ഷെ നമുക്കറിയാം എന്താണ്, ഇത് സംഭവിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ബട്ട് ദിസ് ഡസ് നോട്ട് ഹാപ്പൻ. Thus, the Rutherford model cannot explain the stability of an atom. അപ്പൊ എങ്ങനെയാണ് ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് നടുക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു, അതിന് ചുറ്റും നെഗറ്റീവ് ചാർജസ്, അതെങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു എന്ന് റൂദർഫോർഡിന് പറയാൻ പറ്റിയില്ല. If the motion of an electron is described on the basis of classical mechanics and electromagnetic theory, you may ask that since the motion of electrons in orbit is leading to the instability of the atom, then why not consider electrons as stationary around the nucleus? അപ്പൊ നമുക്ക് എന്താണ്, ഈ മോഡലിന്റെ പ്രശ്നം എന്താണ്, നമ്മൾ ഇലക്ട്രോൺസ് ഈ പോസിറ്റീവ് ചാർജ് ചുറ്റും റിവോൾവ് ചെയ്യുന്നു പറയുന്നതുകൊണ്ടാണല്ലോ അതിന് ആക്സിലറേഷൻ ഉണ്ടാവുന്നു എന്ന് നമ്മൾ പറയുന്നത്. ശരിയല്ല? അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഇലക്ട്രോൺസ് അവിടെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുക, കറങ്ങുന്നില്ല, ഓർബിറ്റിൽ ഇങ്ങനെ വെറുതെ നിൽക്കുന്നു, അങ്ങനെ ചിന്തിച്ചുകൂടാ. അപ്പൊ അതിന്റെ പ്രശ്നം എന്താണ്, വെറുതെ നിൽക്കുകയാണെങ്കിൽ എന്താ, വെറുതെ നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആണ്, ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആണ്. അപ്പൊ വെറുതെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺ എന്താ, ന്യൂക്ലിയസ് നേരിട്ട് അട്രാക്ട് ചെയ്യും, ഇത് നേരിട്ട് ന്യൂക്ലിയസ് അങ്ങ് എത്തും. അപ്പൊ ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ആ മോഡൽ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇലക്ട്രോൺസ് വേർ സ്റ്റേഷനറി, electrostatic attraction between the dense nucleus and the electrons would pull the electrons toward the nucleus to form a miniature version of Thomson model of atom. അപ്പൊ അങ്ങനെയായിരുന്നു സംഭവിക്കുന്നെങ്കിൽ, ഇപ്പൊ ഇലക്ട്രോൺസ് സ്റ്റാറ്റിക് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എന്താണ്, ഇലക്ട്രോൺസ് വന്ന് കോൺസെൻട്രേറ്റഡ് ആയി നിൽക്കുന്ന പോസിറ്റീവ് ചാർജിൽ വന്നതിന് അതൊരു തോംസൺ പറഞ്ഞ നേരത്തെ പ്ലം പുഡിംഗ് മോഡൽ പോലെ ഇരുന്നേന്. Another serious drawback of the Rutherford model is that it says nothing about distribution of the electrons around the nucleus and the energy of these electrons. അപ്പം വേറെ ഡ്രോബാക്ക് എന്താണ് പറയുന്നത്, ഈ ഇലക്ട്രോൺസ് എന്താണ് ആറ്റത്തിന് ന്യൂക്ലിയസിന് ചുറ്റും എങ്ങനെയാണ് അലൈൻ ചെയ്തിരിക്കുന്നതെന്നൊന്നും പറയുന്നില്ല. മാത്രമല്ല ആ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിന്റെ എനർജി അതിനെക്കുറിച്ചും ഒന്നും പറയുന്നില്ല. അപ്പൊ ഈ പോരായ്മകളൊക്കെ ഈ മോഡലിലുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് പിന്നീട് വന്ന മോഡലാണ് ബോർസ് മോഡൽ ഓഫ് ആറ്റം. അപ്പൊ അത് എങ്ങനെ ഉണ്ടായി നമുക്ക് നോക്കാം. Historical results observed from the studies of interactions of radiations with matter have provided immense information regarding the structure of atom and molecules. അപ്പൊ പിന്നീട് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടായി. അപ്പൊ അതിൽ നിന്നാണ് ആ ഡെവലപ്മെന്റ്സിൽ നിന്നാണ് ഒരു മോഡൽ ഓഫ് ആറ്റം എന്നാണ് പ്രപ്പോസ് ചെയ്യുന്നത്. അത് പ്രപ്പോസ് ചെയ്യാനുണ്ടായ മേജർ 2 ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഡെവലപ്മെന്റ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് ഡുവൽ ക്യാരക്ടർ ഉണ്ട്. എന്താണ്, വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ടെന്ന് കണ്ടെത്തി. രണ്ടാമത്തെ ഡെവലപ്മെന്റ് എന്താണ്, എക്സ്പെരിമെന്റൽ റിസൾട്ട്സ് റിഗാർഡിംഗ് അറ്റോമിക് സ്പെക്ട്ര. അപ്പൊ അറ്റോമിക് സ്പെക്ട്രയെ കുറിച്ചുള്ള ധാരണയും ഉണ്ടായി. അപ്പൊ ഈ 2 ഡെവലപ്മെന്റ്സ് ആണ് ബോറിന്റെ മോഡൽ ഓഫ് ആറ്റം പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി നല്ല സഹായിച്ചത്. അതിനുമ്പ് വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പറയുന്നുണ്ട്. എന്താ നമുക്ക് നോക്കാം. In the mid-19th century, physicists actively studied absorption and emission of radiation by heated objects. These are called thermal radiations. They try to find out what the thermal radiation is made up of. ഇപ്പൊ എന്താണ് 19th centuryയിൽ എന്താണ്
ഒരു ഒബ്ജക്റ്റ് എങ്ങനെ തെർമൽ എന്താണ് ഹീറ്റിനെ എങ്ങനെ അബ്സോർബ് ചെയ്യുന്നു അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നു, ഇതൊക്കെ സ്റ്റഡി ചെയ്തു. എമിറ്റ് ചെയ്ത ഈ റേഡിയേഷൻ തെർമൽ റേഡിയേഷൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ തെർമൽ റേഡിയേഷൻ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് തെർമൽ റേഡിയേഷൻ, അത് നമ്മൾ ഇപ്പൊ അറിയാം എന്താണത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് നമുക്കറിയാം. നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമുള്ള. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതാണ്, ജെയിംസ് മാക്സ്വെൽ വാസ് ദി ഫസ്റ്റ് ടു ഗിവ് എ കോംപ്രിഹെൻസീവ് എക്സ്പ്ലനേഷൻ അബൌട്ട് ദി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദി ചാർജ്ഡ് ബോഡീസ് ആൻഡ് ദി ബിഹേവിയർ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഓൺ മാക്രോസ്കോപ്പിക് ലെവൽ. He suggested that when electrically charged particle moves under acceleration, alternating electrical and magnetic fields are produced and transmitted. These fields are transmitted in the forms of waves called electromagnetic waves or electromagnetic rays. ഇപ്പൊ മാക്സ്വെൽ ആണ് എന്താണ് 1870 പറയുന്നത് എന്താണ്, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആക്സിലറേറ്റ് ചെയ്താൽ മൂവ്സ് അണ്ടർ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുമ്പോൾ എന്താണ്, അത് റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ റേഡിയേഷൻ എന്താണ്, it comes in the form of alternating electrical and magnetic radiations. ഈ റേഡിയേഷനിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് രണ്ടും ആ റേഡിയേഷനിൽ ഉണ്ട് എന്ന് മാക്സ്വെൽ പറഞ്ഞു. മാത്രമല്ല ഈ വേവ്സിന് അയാൾ വിളിച്ച എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അയാൾ വിളിച്ചു. നമുക്ക് അറിയാവുന്ന നമ്മൾ നേരിട്ട് കണ്ടിരുന്ന ഒരു റേഡിയേഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആയിരുന്നു ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇൻ ഏർലിയർ ഡേയ്സ് ന്യൂട്ടൺ ആണ് ലൈറ്റ് വാസ് സപ്പോസ് ടു ബി മേഡ് ഓഫ് പാർട്ടിക്കിൾസ്. ഇപ്പം ലൈറ്റ് പാർട്ടിക്കിൾസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം പ്രപ്പോസ് ചെയ്ത ആരാണ്, ന്യൂട്ടൺ ആണ് പ്രപ്പോസ് ചെയ്തത്. ആ പാർട്ടിക്കിൾസിനെ അയാൾ കോർപ്പസ്ക്യൂൾസ് എന്ന് വിളിച്ചു. ഇറ്റ് വാസ് ഓൺലി ഇൻ ദ 19th century when wave nature of light was established. ഇപ്പോൾ 19th centuryയിലാണ് ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ആയത്. മാക്സ്വെൽ ആണ് ഇപ്പൊ പറഞ്ഞത് എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആണ് വരുന്നത് പറഞ്ഞു. ഇപ്പൊ നമുക്ക് അതിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഒരു ഗ്രാഫ് എടുത്ത് തന്നിട്ടുണ്ട്. ഇപ്പൊ എന്താണ്, ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റ് ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നു, മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ് ബ്ലൂ ലൈൻസിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ആ റേഡിയേഷൻ മൂവ് ചെയ്യുന്നത് എക്സ് ആക്സിസിലൂടെയാണ്. ഓക്കെ അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് നിൽക്കുന്നത് ഇസഡ് ആക്സിസിന്റെ പ്ലെയിനിലും മാഗ്നറ്റിക് ഫീൽഡ് നിൽക്കുന്നത് വൈ ആക്സിസിന്റെ പ്ലെയിനിലാണ്. അപ്പൊ എന്താണ്, ഇവിടെ നോക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് അത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. മാത്രമല്ല അവര് തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ മാത്രമല്ല, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും പെർപെൻഡിക്കുലർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ഓർ റേഡിയേഷൻ. Okay. Although electromagnetic wave motion is complex in nature, we will consider only few simple properties. First property is that the oscillating electric and magnetic fields produced by oscillating charged particles are perpendicular to each other. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, രണ്ട് ഫീൽഡും തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. മാത്രമല്ല ലൈറ്റ് പോകുന്ന ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. Unlike sound waves or waves produced in water, electromagnetic waves do not require medium. എന്താണ്, ഇവർക്ക് ഇലക്ട്രോമാഗ്നറ്റിക്സ് മൂവ് ചെയ്യാൻ വേണ്ടി എന്താ ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവർക്ക് വാക്വത്തിലും സഞ്ചരിക്കാൻ പറ്റും. It is now well established that there are many types of electromagnetic radiations which differ from one another in wavelength. ഇപ്പൊ എന്താണ്, നമുക്കിപ്പോ ഒരുപാട് തരം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് പറയാം. അപ്പൊ ഇവരുടെ വ്യത്യാസം എന്താണ്, ഇവരുടെ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ വേവ് ലെങ്തിലെ വ്യത്യാസം അനുസരിച്ച് പലതരം റേഡിയേഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഈ റേഡിയേഷൻസ് എല്ലാം നമ്മളൊരു അവരുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന്റെ ബേസിസിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചാൽ, ഇൻക്രീസിങ്ങോ ഡിക്രീസിംഗ് മോഡ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സാധനത്തെ നമ്മൾ വിളിക്കുന്ന എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നമ്മൾ പറയുന്നത്. അത് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഒന്നെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി വെച്ച് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ വേവ് ലെങ്ത് വെച്ച്. അപ്പൊ അതിനകത്ത് നമുക്ക് ഇവിടെ കാണുമ്പോൾ ഒരു ചെറിയ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത്, അതാണ് എന്ത് നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റ് എന്ന് പറയും. ശരി, ഇപ്പം അതല്ലാണ്ട് അത് കൂടാണ്ട് ഒരുപാട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഇതിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റീസ് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. ആദ്യം നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഫ്രീക്വൻസി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ എന്ന
ഗ്രീക്ക് ലെറ്റർ വെച്ചാണ്. പിന്നെ പറയേണ്ടത് വേവ് ലെങ്ത് ആണ്. നമ്മൾ ലാംഡ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. പിന്നെ വേവ് നമ്പർ. ഓക്കെ, ഈ 3 ക്വാണ്ടിറ്റീസ് നമ്മൾ പറയാം. അതായത് ഫ്രീക്വൻസി എന്താണ് വെച്ചാൽ number of waves in 1 second. The number of waves per unit time. അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പിന്നെ യൂണിറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഹേർട്സ് പറയാ. ഹേർട്സ് പറ. വേവ് ലെങ്ത് എന്ന് പറയുന്നുണ്ട്, പേരിൽ തന്നെ ഉണ്ട്. ഒരു വേവിന്റെ ഒരു ഓസിലേഷൻ ഉണ്ടാകാൻ വേണ്ട ടൈം, അതാണ് നമ്മൾ പറയുന്നത്. സോറി, ലെങ്ത്, എത്ര ലെങ്ത് വേണം, അതാണ് വേവ് ലെങ്ത്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെങ്ത് ആയതുകൊണ്ട് മീറ്റർ ആയിരിക്കും. പിന്നെ വേവ് നമ്പർ എന്ന് പറയുന്നത് യൂണിറ്റ് ലെങ്തില് നമ്പർ ഓഫ് വേവ്സ് ഇൻ യൂണിറ്റ് ലെങ്ത്, അതാണ് വേവ് നമ്പർ എന്ന് പറയുന്നത്. യൂണിറ്റ് ലെങ്തില് എത്ര വേവ്സ് ഉണ്ട്, അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും, മീറ്റർ ഇൻവേഴ്സ് വരും. കാരണം യൂണിറ്റ് ലെങ്തിൽ എത്ര വേവ്സ് എന്ന് വെച്ചാൽ 1/, വേവ് ലെങ്ത് ആയിരിക്കും വരുന്നത്. നമുക്കറിയാം ലാംഡയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. അപ്പൊ 1/λ എന്തായിരിക്കും? മീറ്റർ ഇൻവേഴ്സ് ആവും. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പൊ ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയാനുള്ളത് സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പൊ വാക്വത്തിൽ എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും സ്പീഡ് എന്ന് പറയുന്നത് സെയിം ആണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന 2.997925 into 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമ്മൾ അതിനെ റൗണ്ട് ചെയ്ത് സ്പീഡിനെ നമ്മൾ സി എന്ന് ഡിനോട്ട് ചെയ്യും. ആ സ്പീഡ് നമ്മൾ സിയുടെ കാര്യം നമ്മൾ റൗണ്ട് ചെയ്ത് 3 into 10⁸ മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ എടുക്കും. അത് ഈക്വൽ ടു എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്, അല്ലെങ്കിൽ സി ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന ഇക്വേഷൻ നമുക്കുണ്ടാകും. ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ കുറിച്ച് കുറച്ച് ബേസിക് കാര്യങ്ങൾ. വേവ് നമ്പറിനെ കുറിച്ച് പറയുന്നത് ഡിഫറെന്റ് നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് പെർ യൂണിറ്റ് ലെങ്ത്. അടുത്ത നമ്മള് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ വേവ് നേച്ചറിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഇനി പാർട്ടിക്കിൾ നേച്ചറിനെ കുറിച്ച് പറയുന്ന തിയറിയാണ് എന്ത്? ക്വാണ്ടം തിയറി എന്ന് പറയുന്നത്. സം ഓഫ് ദി എക്സ്പെരിമെന്റൽ ഫിനോമിനൻസ് സച്ച് ആസ് ഡിഫ്രാക്ഷൻ ആൻഡ് ഇന്റർഫറൻസ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ബൈ വേവ് നേച്ചർ. അപ്പൊ ഡിഫ്രാക്ഷൻ ഇന്റർഫറൻസ് പോലെയുള്ള ഫിനോമിനൻസ് എന്താണ്? നമ്മൾ വേവ് നേച്ചർ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പക്ഷെ വേറെ കുറച്ച് കാര്യങ്ങൾ വേവ് നേച്ചർ വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആ ഫിനോമിനൻസ് ഏതാണ്? വേവ് നേച്ചർ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഫിനോമിനൻസ് അത് ഏതൊക്കെയാണ്? ഒന്ന്, നേച്ചർ ഓഫ് എമിഷൻ ഓഫ് റേഡിയേഷൻ ഫ്രം ഹോട്ട് ബോഡീസ്, ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അത് ഒന്നാമത്തെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒന്നാമത്തെ കാര്യം, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. രണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, അല്ലെങ്കിൽ എന്താണ്? നമ്മൾ ഒരു മെറ്റലിലേക്ക് റേഡിയേഷൻ നമ്മൾ കൊടുക്കുകയാണ്. എടുക്കുമ്പോൾ ആ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിന്റെ എജക്ട് ചെയ്യും. ആ ഫിനോമിനൻ വിളിക്കുന്നതാണ് ഫോട്ടോ ഇലക്ട്രിക്. അതും വേവ് നേച്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. മൂന്ന്, വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് എസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചറിനനുസരിച്ച് സോളിഡ്സിന്റെ ഹീറ്റ് കപ്പാസിറ്റി മാറുന്നത് എങ്ങനെയാണ്? അതും ലൈറ്റിന്റെ എന്താണ് വേവ് നേച്ചർ വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. നാല്, ലൈൻ സ്പെക്ട്ര ഓഫ് ആറ്റംസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഹൈഡ്രജൻ. ആറ്റത്തിന്റെ ലൈൻ സ്പെക്ട്രയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ഈ ഫിനോമിനൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന തിയറിയാണ് എന്ത്? ക്വാണ്ടം തിയറി, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്ന് പറയുന്നത്. ഈ ഫിനോമിന എല്ലാം കോമൺ ആയിട്ടുള്ള കാര്യം എന്താണ്?
This phenomenon indicates that system can take energy only in discrete amounts. So energy discrete amounts അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഒരു മിനിമം ബേസ് ക്വാണ്ടിറ്റി വെച്ച് അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. ഓൾ പോസിബിൾ എനർജീസ് കനോട്ട് ബി ടേക്കൺ അപ്പ് ഓർ റേഡിയേറ്റ്. അപ്പൊ ആദ്യം നമ്മൾ പറയേണ്ടത് എന്താണ് ബ്ലാക്ക് ബോഡി. നമ്മൾ ബ്ലാക്ക് ബോഡി റേഷൻ ആദ്യം പറഞ്ഞ ഫിനോമിനൻ. അപ്പൊ എന്താണ് ബ്ലാക്ക് ബോഡി എന്ന് നമ്മൾ ആദ്യം പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ നമ്മൾ ടെക്സ്റ്റ് നോക്കുന്നത് ഐഡിയൽ ബോഡി which emits and absorbs radiations of all frequencies uniformly is called a black body, and the radiation emitted by such a body is called black body radiation. ഇപ്പൊ എന്താണ് ഒരു ഏതെങ്കിലും ഒരു ബോഡി ഒരു എല്ലാ റേഡിയേഷൻ അബ്സോർബ് ചെയ്യാനും പറ്റും, എന്താണ് എമിറ്റ് ചെയ്യാനും പറ്റും. യൂണിഫോം ആയിട്ട് അബ്സോർബ് ചെയ്യാനും എമിറ്റ് ചെയ്യാനും എന്താണ് ഒരു ഇച്ചിരി പോലും വേസ്റ്റേജ് അല്ലെങ്കിൽ റിഫ്ലക്ഷനോ അങ്ങനെ ഒരു ഫിനോമിനൻ വേറെ ഒന്നും സംഭവിക്കരുത്. അബ്സോർബ് ചെയ്യുമ്പോൾ ഫുള്ളി അബ്സോർബ് ചെയ്യുക, എമിറ്റ് ചെയ്യുമ്പോൾ ഫുള്ളി എമിറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ബോഡി നമ്മൾ വിളിക്കുന്നതാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബോഡി റേഡിയേഷൻ എമിറ്റ് ചെയ്താൽ ആ റേഡിയേഷൻ നമ്മൾ വിളിക്കുന്നതാണ് എന്ത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഇൻ പ്രാക്ടീസ് അങ്ങനെ ഒരു ബോഡി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാർബൺ ബ്ലാക്ക് ആണ് ബ്ലാക്ക് ബോഡിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബോഡിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് കാർബൺ ബ്ലാക്ക്. A good physical approximation to a black body is a cavity with a tiny hole which has no other opening. ഇപ്പൊ എന്താണ് നമ്മളൊരു ബ്ലാക്ക് ബോഡി എടുക്കുന്നു, ഒരു ക്യാവിറ്റി ഉള്ള ഒരു ബ്ലാക്ക് ബോഡി എടുക്കുന്നു, അതിനകത്തൊരു ചെറിയ ഹോൾ ഉണ്ടാകും. ഈ ചെറിയ ഹോളിലൂടെ നമ്മളൊരു റേഡിയേഷനെ കടത്തി വിടുന്നു. ഇപ്പൊ അതിന്റെ ഡയഗ്രാം ഇവിടെ കാണിക്കുന്നു. നമ്മുടെ ബോഡിയിലൂടെ ഒരു റേഡിയേഷൻ കടത്തി വിടുന്നു. ഇപ്പൊ എന്താണ് ഈ ഹോളിലൂടെ മാത്രം നമ്മൾ റേഡിയേഷൻ അകത്ത് കയറുന്നു. പിന്നെ അതിനകത്ത് കിടന്ന് ഇത് റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ അവസാനം ഈ റേഡിയേഷൻ ഈ ബോഡി അബ്സോർബ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ പറയുന്ന കുറച്ച് ബ്ലാക്ക് ബോഡിയുടെ പ്രോപ്പർട്ടീസ് പറയുന്നതാണ്. ബ്ലാക്ക് ബോഡി ഓൾസോ പെർഫെക്റ്റ് റേഡിയേറ്റർ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് ബ്ലാക്ക് ബോഡി പെർഫെക്റ്റ് റേഡിയേറ്റർ എന്ന് പറയുന്നത്. മാത്രമല്ല ബ്ലാക്ക് ബോഡി ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ്സ്. It radiates same amount of energy per unit area as it absorbs from its surroundings in any given time. അപ്പം ഒരു യൂണിറ്റ് ഏരിയയിൽ നിന്ന് എത്ര റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നുണ്ടോ അതേ ആ ഏരിയയിൽ നിന്ന് അത്രയും തന്നെ റേഡിയേറ്റും ചെയ്യും ആ ഒരു ബ്ലാക്ക് ബോഡി. At a given temperature, intensity of radiation emitted increases with the increase of wavelength, reaches a maximum value at a given wavelength and then starts decreasing with further increase of wavelength. ഇപ്പൊ എന്താണ് ഒരു ടെമ്പറേച്ചറിൽ നമ്മുടെ ഒരു ബ്ലാക്ക് ബോഡി എന്താണ് എക്സ്പെരിമെന്റ് നടത്താണ്. അപ്പൊ നമ്മൾ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടുന്ന അനുസരിച്ച് എന്താണ് ലൈറ്റിന്റെ നമ്മൾ കൊടുക്കുന്ന റേഡിയേഷന്റെ വേവ് ലെങ്ത് കൂട്ടുന്ന അനുസരിച്ച് എന്താണ് ഇന്റൻസിറ്റി എന്താണ് കൂടി വരും, ഒരു പീക്ക് എത്തും. പിന്നെ വേവ് ലെങ്ത് കൂടുന്ന അനുസരിച്ച് എന്താണ് ആ ഉണ്ടാകുന്ന റേഡിയേഷന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരികയാണ്. ഇപ്പൊ എല്ലാ ടെമ്പറേച്ചറിലായാലും ഇത് തന്നെ നമ്മൾ കണ്ടു. T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറും T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ഇപ്പൊ രണ്ട് ടെമ്പറേച്ചറിലും ഇത് തന്നെ കണ്ടെന്നാണ് വേവ് ലെങ്ത് കൂട്ടി കൊണ്ടുവരുന്ന അനുസരിച്ച് ആദ്യം എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ ഇന്റൻസിറ്റി ആദ്യം കൂടി വരും, പിന്നെ ഒരു പീക്ക് എത്തും, അതിനുശേഷം കുറയും. ഇതാണ് അവിടെ സംഭവിച്ചത്. Several attempts were made to predict the intensity of radiation as a function of wavelength. ഇപ്പൊ ഈ വേവ് ലെങ്ത് വെച്ച് ഈ റേഡിയേഷന്റെ ഇന്റൻസിറ്റി പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണ് പീക്ക് എത്തുന്നു പിന്നെ കുറയുന്നു. അപ്പൊ അതിന് വേവ് ലെങ്ത് ആയിട്ടൊരു റിലേഷൻ സയന്റിസ്റ്റിന് കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോഴാണ് ഒരു മാക്സ് പ്ലാങ്ക് ആയിട്ട് സാറ്റിസ്ഫാക്ടറി റിലേഷൻഷിപ്പ് എന്താണ് by making assumption that absorption and emission of radiation arises from that atoms in the wall of a black body. Their frequency of oscillations changed by the interaction with oscillators of electromagnetic radiation. Planck assumed that radiation could be subdivided to discrete chunks of energy. So Planck എന്താണ് പറഞ്ഞത്? ഈ പോരായ്മ നികത്താൻ വേണ്ടി Planck എന്ന് പറഞ്ഞു atoms and molecules would absorb or emit. ഇപ്പൊ എന്താണ് ആറ്റത്തിന്റെ മോളിക്യൂളിനും എനർജി അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റീസിന് പറ്റുള്ളൂ ഇൻ എ കണ്ടിന്യൂസ് മാനർ. വേവ് നേച്ചർ ആണെങ്കിൽ എന്താ നമ്മൾ വേവ് നേച്ചർ എന്ന് പറഞ്ഞിട്ട് എന്താ റേഡിയേഷൻ ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ പ്ലാങ്ക് പറഞ്ഞ എന്താണ് റേഡിയേഷൻ അങ്ങനെയല്ല, ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോകുന്നത്, പക്ഷെ ഡിസ്ക്രീറ്റ് ആയിട്ട് കുറെ യൂണിറ്റ്സ് പോലെയാണ് പോകുന്നതാണ് പ്ലാങ്ക് പറഞ്ഞത്, അസ്യൂം ചെയ്തത്. He gave the name quantum to the smallest quantity of energy that can be emitted or absorbed. അപ്പം ഏറ്റവും ചെറിയ എമൗണ്ട് ഓഫ് എനർജി that can be absorbed or
എമിറ്റഡ്. അബ്സോർബ് ചെയ്യാനോ എമിറ്റ് ചെയ്യാനോ പറ്റുന്ന സ്മോളസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് എനർജിനെ അയാൾ ക്വാണ്ടം എന്ന് വിളിച്ചു. ദി എനർജി ഓഫ് എ ക്വാണ്ടം ഓഫ് റേഡിയേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഫ്രീക്വൻസി ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദി ഇക്വേഷൻ. അയാൾ എന്ത് പറഞ്ഞു, ആ ഓരോ ക്വാണ്ടിറ്റിയുടെയും എനർജി എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ കൊണ്ടുവന്ന കോൺസ്റ്റന്റ് ആണ് എന്ത്, എച്ച് എന്ന് പറയുന്നത്. അതിനെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നു. പി ഈക്വൽ ടു എച്ച്. എച്ചിന്റെ വാല്യൂ ഇവിടെ കൊടുത്തത് 6.626 into 10⁻⁻34. അപ്പൊ അതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ. With this theory, Planck was able to explain the distribution of intensity in the radiation from blackbody is a function of frequency or length. ഈ ഇന്റൻസിറ്റി എന്താണ് കൂടുന്നത് കുറയുന്നത് എല്ലാം എന്താണ്, ഒരു ടെമ്പറേച്ചറിന്റെ ഒരു ടെമ്പറേച്ചറിൽ എന്താണ് ഫ്രീക്വൻസിയുടെ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന്റെ ഫംഗ്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. കാരണം നേരത്തെ പറഞ്ഞതിൽ വേവ് ലെങ്ത് ആയിട്ട് വേവ് നേച്ചർ വെച്ച് നോക്കുമ്പോൾ വേവ് ലെങ്ത് ആയിട്ട് ഒരു റിലേഷനും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ആ എനർജീനെ എന്താണ്, ആ എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന് നമ്മൾ പറഞ്ഞു. മാത്രമല്ല നമുക്കറിയാം എന്താ മ്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ, അങ്ങനെ ഒരു റിലേഷൻ അയാൾക്ക് ഈ ക്വാണ്ടം തിയറി വെച്ച് അയാൾക്ക് കൊണ്ടുവരാൻ പറ്റി. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആദ്യം ഒബ്സർവ് ചെയ്ത ആരാണ്, ഫസ്റ്റ് ഒബ്സർവ് ചെയ്ത ആരാണ്, അതാണ് ഹേർട്സ്. പക്ഷെ അത് പ്രൂവ് ചെയ്ത ആളാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത ആളാണ്. എക്സ്പ്ലെയിൻ ബൈ ആര്, ഐൻസ്റ്റീൻ. ഒബ്സർവ് ചെയ്ത ആൾ ആരെന്ന് ചോദിച്ചാൽ ആദ്യം എന്താണ്, ഹേർട്സ് ആണ്. എന്താണ് അയാൾ കണ്ടത്? Hertz performed a very interesting experiment in which electrons were ejected when certain metals were exposed to a beam of light. ഇപ്പൊ ചില മെറ്റൽസ് നമ്മൾ ലൈറ്റ് കാണിക്കുന്നത് ആ മെറ്റൽസിന്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് എജക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി. ആ ഫിനോമിനയാണ് നമ്മൾ എന്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. The results observed in this experiment were electrons are ejected from the metal surface as soon as the beam of light strikes the surface. എന്താണ്, ലൈറ്റ് സർഫസിൽ എപ്പോൾ തട്ടുന്നു അപ്പൊ തന്നെ എന്താണ് ഇലക്ട്രോൺസ് എജക്ട് ചെയ്യുന്നുണ്ട്. അതായത് there is no time lag between the striking of light beam and the ejection of electrons on the metal surface. ഇപ്പൊ ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നതും ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്ന തമ്മിൽ ഒരു ലാഗ് ഇല്ല, ഒരിച്ചിരി പോലും ടൈം ലാഗ് ഇല്ലെന്ന് പറയും. അതാണ് ഫസ്റ്റ് ഒബ്സർവേഷൻ. രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്താണ്, the number of electrons ejected is proportional to the intensity or brightness of light. ഇപ്പം എത്ര ഇലക്ട്രോൺസ് എജക്ട് ചെയ്യുന്ന തീരുമാനിക്കുന്ന എന്താണ്, നമ്മൾ അവിടെ ഫ്ലാഷ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഫോർ ഈച്ച് മെറ്റൽ there is a characteristic minimum frequency below which photoelectric effect is not observed. ഇപ്പൊ എന്താണ്, ഓരോ മെറ്റലിനും ഒരു മിനിമം ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് എങ്കിലും വേണം എന്തിന്, ഇലക്ട്രോൺസ് അതിൽ നിന്ന് എജക്ട് ചെയ്യിക്കും. അപ്പൊ ആ മിനിമം ഫ്രീക്വൻസി ഓഫ് എന്താണ്, ആ മിനിമം ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്, ഫ്രീക്വൻസി നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ്. ആ ഫ്രീക്വൻസിന് ഫ്രീക്വൻസി ഉള്ള ലൈറ്റുകൾ നമ്മൾ കാണിച്ചാൽ എന്ത് ഇലക്ട്രോൺസ് പുറത്തു വരും. അറ്റ് ഫ്രീക്വൻസി മ്യൂ ഗ്രേറ്റർ ദാൻ ന്യൂ സീറോ എന്ന് പറയുന്നതാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. The ejected electrons come out with certain kinetic energy. The kinetic energies of these electrons increase with increase of frequency of the light used. ഇപ്പൊ എന്താണ്, നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും കൂടിയ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് കാണിച്ചാൽ എന്താ ഇലക്ട്രോൺസ് പുറത്ത് വരും, ഒരു കൈനറ്റിക് എനർജി കാണും. ഓക്കെ, അപ്പൊ ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാളും എത്രത്തോളം കൂടുതലാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി അത്രയും കൂടുതലായിരിക്കും എന്ത് അതിന്റെ പുറത്ത് വരുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയും. All the above results could not be explained on the basis of laws of classical physics. ഇപ്പൊ ഈ ഒബ്സർവേഷൻസ് ഒന്നും അന്നത്തെ ഫിസിക്സിൽ അതുവരെ ഉള്ള ലോസ് ഒന്നും അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല.
According to the latter, the energy content of the beam of light depends upon the brightness of light. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ഇവിടെ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്ന എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു? ഇന്റൻസിറ്റി അല്ലെങ്കിൽ ലൈറ്റിന്റെ ബ്രൈറ്റ്നസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. In other words, number of electrons ejected and kinetic energy associated with them should depend on the brightness of light. It has been observed that though the number of electrons ejected does depend on brightness, the kinetic energy of electrons ejected electrons does not. ഇപ്പൊ എന്താണ്, ഒരു എത്ര ഇലക്ട്രോൺസ് എജക്ട് ചെയ്യുന്ന ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്, ബ്രൈറ്റ്നസിനെ ഡിപ്പെൻഡ് ചെയ്താൽ നിൽക്കുന്നത് നമ്മൾ പറഞ്ഞു. പക്ഷേ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്ന നിൽക്കുന്ന എന്താണ്, ബ്രൈറ്റ്നസിനെ അല്ല. കാരണം നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ചാണ് കൈനറ്റിക് എനർജി കൂടുന്നതായിട്ട് കാണാൻ പറ്റിയത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഐൻസ്റ്റീൻ ആണ് ഈ ഫിനോമിനനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്നത്. 1905 ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നു. എന്തുപയോഗിച്ച്? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് റേഡിയേഷൻ ആണ് ഉപയോഗിച്ചാണ് വന്നത്. ഐൻസ്റ്റീൻ എന്ത് ചെയ്തു? ഒരു മെറ്റലിലേക്ക് ലൈറ്റിനെ ഷൈൻ ചെയ്തു. So it can be viewed as a shooting a beam of particles, the photons. When a photon of sufficient energy strikes an electron in the atom of the metal, it transfers energy instantaneously to the electron during the collision, and the electron is ejected without any time lag or delay. ഇവിടെ പറയുന്നതാണ്, നമ്മുടെ ഒരു മെറ്റൽ സർഫസ് ഉണ്ട്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ലൈറ്റ് കാണിക്കുമ്പോൾ ലൈറ്റിലുള്ള എനർജി നമ്മൾ പറഞ്ഞ ക്വാണ്ടമായിട്ട് വരുന്നു പറഞ്ഞു, അല്ലെങ്കിൽ ഫോട്ടോൺസ്, ലൈറ്റ് ഫോട്ടോൺസ് വെച്ച് ഉണ്ടാക്കുന്നതും പറഞ്ഞു. ആ ഫോട്ടോൺസ് വന്ന് മെറ്റലിന്റെ സർഫസിൽ ഇടിക്കുമ്പോൾ അവിടെയുള്ള ഇലക്ട്രോൺ എന്താ, ഡയറക്ട്ലി ഇതൊരു എനർജി അപ്പൊ തന്നെ കിട്ടുന്നു, ഇത് അപ്പൊ തന്നെ ഇജക്ട് ആവുന്നു. പക്ഷെ ഫോട്ടോൺ പോയി ഇടിക്കുന്നു, അവിടെ പിന്നെ ഫോട്ടോൺ ഇല്ല, ആ ഇലക്ട്രോൺ ആണ് അവിടെ നിന്ന് ചാടുന്നത്. അപ്പൊ ഇതിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് സംഭവിക്കുന്നതാണെന്ന് പറയുന്നു. Greater the energy possessed by the photon, greater will be the transfer of energy of electron, and greater the kinetic energy of the ejected electron. അപ്പം ഫോട്ടോൺ എത്ര എനർജി ഉണ്ടോ അത്രയും എനർജി കൂടുന്നതനുസരിച്ച് എനർജി ട്രാൻസ്ഫറും കൂടും, അതിനനുസരിച്ച് അതിന്റെ എജക്ട് ആവുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയും കൂടും എന്ന് പറയും. അല്ലെങ്കിൽ അതിൽ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഫ്രീക്വൻസി ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അതായത് കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. Since the striking photon has energy equal to h nu and the minimum energy required to eject the electron is h nu 0, then the difference in energy is transferred to the kinetic energy of the photoelectron. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ചെയ്തത്, നമ്മൾ ഇവിടെ കൊടുത്ത ലൈറ്റിന്റെ എനർജി എന്ന് പറയുന്നത് h nu എന്ന് വിചാരിക്കുക. ഓക്കെ, പിന്നെ ഇലക്ട്രോണിനെ പുറത്ത് ചാടിക്കാൻ വേണ്ട മിനിമം എനർജി ത്രഷോൾഡ് എന്ന് പറയുന്നത് എന്താണ്, h nu 0 എന്ന് വിളിക്കും. പിന്നെ നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയും. ആണെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന ലൈറ്റിന്റെ എനർജി h nu എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഒന്ന്, ഈ വർക്ക് ഫംഗ്ഷന് മറികടക്കാനുള്ള എനർജി വേണം. പിന്നെ ബാക്കിയുള്ള എനർജി ആയിരിക്കും എന്ത്, നമ്മുടെ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയും. നമ്മൾ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്താൽ, ലൈറ്റ് ഫ്ലാഷ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്താൽ ആ എനർജി എന്തിനൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്? ലൈറ്റിന്റെ എനർജി ഒന്ന് വർക്ക് ഫംഗ്ഷനെ മറികടക്കാനും, രണ്ട് ബാക്കിയുള്ളതെല്ലാം എന്തുകൊണ്ട് എന്താണ് എന്റെ കൈനറ്റിക് ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിട്ടാണ് മാറുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. Lastly, a more intense beam of light consists of a larger number of photons. അപ്പം ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ലൈറ്റിന്റെ എനർജി മാറുമല്ല, പക്ഷെ നമ്പർ ഓഫ് ഫോട്ടോൺസ് വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ഇജക്ഷനും കൂടുന്നത്. ഓക്കെ, ഇവിടെ ബേസിക് കൺസെപ്റ്റ് ഇതാണ്. ഇന്റൻസിറ്റി കൂട്ടിയാൽ എന്താണ്, നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടും. ഓക്കെ, നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടി എന്താ, നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസും കൂടും.
ഇനി ഇങ്ങനെ ചിന്തിക്കാം, നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി അത് ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും കുറവാന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എത്ര ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് ഉപയോഗിച്ചാലും എന്താണ് അവിടെ ഇലക്ട്രോണിന് ഇജക്ഷൻ കാണൂല. കാരണം ഇനി ഇന്റൻസിറ്റി എത്ര കൂട്ടിയാലും ഇജക്ഷൻ കാണും. കാരണം എന്താണ് അവിടെ വർക്ക് ഫംഗ്ഷൻ മാർക്കെടുക്കാനുള്ള എനർജി ഓരോ ഫോട്ടോണിനും ഇല്ല. പക്ഷെ അതേ സമയം എന്താ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാം, നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും കൂടുതലാണ്. ഓക്കെ, ഒരു ലൈറ്റ് ഉപയോഗിച്ചു, ഒരു ലൈറ്റ് എ, ഓക്കെ, അതിന്റെ ഫ്രീക്വൻസി ന്യൂ ആണ്. പക്ഷെ നമ്മൾ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് I1. 3 ഇന്റൻസിറ്റി നമ്മൾ ഉപയോഗിക്കുന്നു, I2, I3. 3 ലൈറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. എല്ലാത്തിന്റെയും ഫ്രീക്വൻസി സെയിം ആണ്, ന്യൂ സെയിം ആണ്. പക്ഷെ ഇന്റൻസിറ്റി വേറെ വേറെയാണ്. 3 ലൈറ്റ്സ് ഉണ്ട്, എല്ലാത്തിന്റെയും ഫ്രീക്വൻസി സെയിം ആണ്, പക്ഷെ ഇന്റൻസിറ്റി വേറെ വേറെയാണ്. ചിന്തിക്കുക, ന്യൂ ഗ്രേറ്റർ ദാൻ ന്യൂ സീറോ ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എല്ലാത്തിനും ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നുള്ളത് നമുക്കറിയായിരിക്കും. ഓക്കെ, എല്ലാത്തിനും ഇലക്ട്രോൺസിന്റെ ഇജക്ഷൻ ഉണ്ടാവും. അത്രല്ല, നമുക്കറിയാം കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രീക്വൻസിനെ മാത്രമായിരിക്കും. അപ്പൊ എല്ലാത്തിന്റെയും കൈനറ്റിക് എനർജി സെയിം ആയിരിക്കും. പക്ഷേ ഏറ്റവും ഇലക്ട്രോൺസ് എജക്ട് ചെയ്യുന്ന ഏതിലായിരിക്കും? ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി ഉള്ളതായിരിക്കും. അപ്പൊ പിന്നെ I3 ആണ് ഗ്രേറ്റർ ദാൻ I2, ഗ്രേറ്റർ ദാൻ I1 ആണെങ്കിൽ ഇവിടെ വരുന്ന ഇലക്ട്രോൺസിന്റെ എല്ലാത്തിനും കൈനറ്റിക് എനർജി സെയിം ആയിരിക്കും. പക്ഷെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എജക്റ്റഡ് ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? ഈ C ലൈറ്റ് കൊടുക്കുമ്പോഴായിരിക്കും ഏറ്റവും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നത്. അതാണ് ഇവിടുത്തെ ഒരു ബേസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡിപ്പെൻഡ് ഓൺ ഇന്റൻസിറ്റി, കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഡിപ്പെൻഡ് ഓൺ എന്താണ് ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റ് യൂസ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്തുകൊണ്ടാണ് ഇന്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് ഫോട്ടോൺസിന്റെ എണ്ണം കൂടും. ഓക്കെ, the particle nature of light posed a dilemma for scientists. On one hand, it could explain the black body radiation and photoelectric effect satisfactorily, but on the other hand, എന്താണ് ഇവിടെ ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു, അത് കുറച്ച് ഫിനോമിനൻസിനെ പ്രൂവ് ചെയ്തു. പക്ഷെ ഇപ്പൊ രണ്ടാമത് വന്നപ്പോൾ വേറെ കുറച്ച് ഫിനോമിനെ നമുക്ക് പാർട്ടിക്കിൾ നേച്ചർ വെച്ചും എന്താണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ഈ രണ്ടും നടക്കുന്നതുകൊണ്ട് സയന്റിസ്റ്റിന് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, എന്താണ് ലൈറ്റിന് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഒരേ സമയത്ത് ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുക. അതായിരുന്നു ഒരു വഴി. only way to resolve the dilemma was to accept the idea that light possesses both particle and wave-like properties. That is, light has dual behavior. ലൈറ്റിന് ഡുവൽ ബിഹേവിയർ, അതായത് വേവ് നേച്ചറും ഉണ്ട് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ടെന്ന് സമ്മതിക്കല്ലാണ്ട് വേറെ വഴിയില്ല. ഡിപ്പെൻഡിങ് ഓൺ ദി എക്സ്പെരിമെന്റ് വി ഫൈൻഡ് ദാറ്റ് ലൈറ്റ് ബിഹേവ്സ് either as a wave or a stream of particle. നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ഡിപ്പെൻഡ് ചെയ്ത് ലൈറ്റ് വേവ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ നേച്ചർ ആയിട്ട് ബിഹേവ് ചെയ്യും നമ്മൾ പറയും. അപ്പൊ എങ്ങനെയാണ് പറയുന്നത്? whenever radiation interacts with matter, it displays particle-like properties. അപ്പം ലൈറ്റ് റേഡിയേഷൻ എപ്പോഴെങ്കിലും മാറ്റർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്താണ് ലൈറ്റിന് നമ്മൾ പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്ന് പറയുന്നു. അതല്ല, ലൈറ്റ് മാറ്റർ ആയിട്ട് എന്താണ് ഇന്ററാക്ട് ചെയ്യുന്നില്ല, വെറുതെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് എന്താണ് അതിന് വേവ് ലൈക്ക് നേച്ചർ ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. ഇങ്ങനെയാണ് ലൈറ്റിന് ഡ്യുവൽ ബിഹേവിയർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. ഇത്രയും കൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് നിർത്താം. നമ്മൾ നിർത്തുന്നതിന് മുമ്പ് ജസ്റ്റ് പഠിച്ച ജസ്റ്റ് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് ഒരു സോളാർ സിസ്റ്റം പോലെയുള്ളത്. പക്ഷെ അതിന് കുറെ ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരുന്നു. എന്താണ് ആക്സിലറേറ്റിംഗ് ചാർജ് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ തരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ സ്പൈറൽ ചെയ്ത് സെന്ററിൽ ഒന്ന് വീഴും. അത് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായിരുന്നു അതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ് പിന്നെ കുറച്ച് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഐസോബാർ, ഐസോടോപ്സ് അതിന്റെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റം എങ്ങനെ ഉണ്ടായി, പിന്നെ ലൈറ്റിന്റെ വേവ് നേച്ചർ, പാർട്ടിക്കിൾ നേച്ചർ കൊണ്ടുവരേണ്ടിയിരുന്ന എന്തുകൊണ്ടാണ്, കുറച്ച് ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി
ആണ് പാർട്ടിക്കിൾ നേച്ചർ കൊണ്ടുവന്നത്. ഇപ്പൊ അങ്ങനെ വന്നപ്പോൾ ലൈറ്റിന് ഡുവൽ നേച്ചർ ഉണ്ട്. എന്താണ് മാറ്റർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിന് പാർട്ടിക്കിൾ നേച്ചറും അല്ലാണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിന് വേവ് നേച്ചർ ആണുള്ളതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പറഞ്ഞപ്പോൾ അതിന്റെ കുറച്ച് ടേംസ് പറഞ്ഞു. എന്താണ് ഫ്രീക്വൻസി, വേവ് ലെങ്ത്, വേവ് നമ്പർ, അങ്ങനെ കുറച്ച് ടേംസ് പറഞ്ഞു. പിന്നെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, താങ്ക് യു.